1987 റിലീസായ ഒരു മലയാള സിനിമയാണ് അമൃതം ഗമയ. ഞാനന്ന് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ഈ ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ചകളിൽ മാത്രമാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. കാരണം അന്നാണ് സിനിമ മാറുന്നത്. എറണാകുളത്ത് അന്ന് 13 സിനിമാ തിയേറ്ററുകളുണ്ട്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-3 സിനിമ കണ്ടിട്ട് രാത്രി ആകുമ്പോൾ വീട്ടിൽ പോകാം. ലോ കോളേജിൽ അങ്ങനെ ക്ലാസ് ഒന്നും കൃത്യമായിട്ട് നടന്നിരുന്നില്ല. ക്ലാസ്സേ നടന്നിരുന്നില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പോൾ അങ്ങനെ ഈ 13 സിനിമാ തിയേറ്ററുകളും മാറി മാറി സിനിമകൾ കണ്ട് നടന്ന കാലത്താണ് എൻ്റെ നിയമവിദ്യാഭ്യാസം പൂർത്തിയായത്. ഞാൻ മാത്രമല്ല, വേറെ ഒരുപാട് കലാസ്നേഹികൾ, സിനിമാ പ്രേമികൾ കോളേജിലുണ്ട്. ഈ മികവാറ് സിനിമാ തിയേറ്ററുകൾ പ്രവർത്തിച്ചിരുന്നത് എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട കോളേജുകളെ ആശ്രയിച്ചു കൂടിയാണ്. ഞാനിപ്പോൾ പറയാമെന്നെന്ന് വെച്ചാൽ, അന്ന് കണ്ട ഒരു സിനിമയാണ് അമൃതം ഗമയ എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇത് ഷിർദി സായി ക്രിയേഷൻസിൻ്റെ ബാനറിൽ PKR പിള്ള നിർമ്മിച്ച ഒരു സിനിമയാണ്. സംവിധായകൻ ഹരിഹരനായിരുന്നു. കഥാ, തിരക്കഥ, സംഭാഷണം പ്രസിദ്ധനായ MT വാസുദേവൻ നായർ. ആ സിനിമയുടെ പ്രത്യേകത, ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമകളിലെല്ലാം പാട്ടുണ്ടാവും. അത് ശരപഞ്ചരത്തിലാണെങ്കിലും ശരിയാണ്, പഴശ്ശിരാജയിലായാലും ശരിയാണ്, അല്ല വടക്കൻ വീരഗാഥയിലാണെങ്കിലും ശരിയാണ്. ഹരിഹരൻ സംവിധാനിച്ചിട്ടും പാട്ടില്ലാത്തൊരു സിനിമയാണ് അമൃതം ഗമയ. ഒരേ ഒരു സിനിമ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും പാട്ടില്ല എന്നുള്ളത് മാത്രമല്ല, മോഹൻലാലിൻ്റെ ശ്രദ്ധേയമായ അഭിനയമാണ് ആ സിനിമയെ വിജയിപ്പിച്ച ഒരു ഘടകം. വിവാഹിതരെ ഇതിലെ എന്ന സിനിമയിൽ കൂടി നേരത്തെ രംഗപ്രവേശം ചെയ്ത, പിൽക്കാലത്ത് നമ്മുടെ ജയറാമിൻ്റെ ഭാര്യയായി തീർന്ന പാർവതി ഒരു പ്രധാന റോളിൽ അഭിനയിച്ചത്. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ മോഹൻലാലിൻ്റെ നായികയാകാൻ കഴിഞ്ഞതും ഈ സിനിമയിൽ കൂടിയാണ്. ഈ സിനിമ വലിയൊരു വിജയമായിരുന്നു. കോളേജ് വിദ്യാർത്ഥികൾ മാത്രമല്ല, ആ ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ആളുകളും ഈ സിനിമ കാണുകയും അതേക്കുറിച്ച് നല്ല അഭിപ്രായം രേഖപ്പെടുത്തിച്ചു. അങ്ങനെ സിനിമ വമ്പിച്ച വിജയമായി തീർന്നു എന്നുള്ളതല്ല, ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, എന്ത് ചെയ്യാൻ മടിക്കാത്തവൻ എന്ന ആളുകൾ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ കേമപ്പെടുത്തി പറയുന്ന ഒരു പ്രത്യേക ആക്ഷനിൽ കൂടി കുമ്പക്കുടി സുധാകരനെ പോലും മലത്തി അടിച്ച, ഇരട്ടച്ചങ്കൻ എന്ന് ആരാധകർ പറയുന്ന സാക്ഷാൽ പിണറായി വിജയൻ ഈ സിനിമ ഓർത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ സിനിമയിലെ മോഹൻലാലിൻ്റെ അഭിനയത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുകയും കൂടി ചെയ്തു. ഈ മോഹൻലാലും പിണറായി വിജയനും തമ്മിൽ നടത്തിയ അഭിമുഖ സംഭാഷണം നിങ്ങൾക്ക് കണ്ടു കാണും എന്നെനിക്ക് തോന്നുന്നു. മോഹൻലാൽ എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇല്ലേ? പിണറായി വിജയന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം രാജാവിൻ്റെ മകൻ എന്ന സിനിമയാണ്. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞില്ല. അല്ലെങ്കിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതുമല്ലെങ്കിൽ ഇദ്ദേഹം ഗൂർഖയുടെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്. പിന്നെ പുള്ളിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമകളുണ്ട്, ഭരതം, അല്ലെങ്കിൽ സിബി മലയിലിൻ്റെ പ്രസിദ്ധമായ സതയം. ഇതൊന്നുമല്ല, നമ്മുടെ ഇരട്ടച്ചങ്കൻ്റെ ഹൃദയത്തിൽ തറച്ച സിനിമ എന്ന് പറയുന്നത് അമൃതം ഗമയാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി, അത്യാവശ്യം ചട്ടമ്പിത്തരമൊക്കെ ഉള്ള ആളാണ്, ഒരു ജൂനിയർ വിദ്യാർത്ഥിയെ ക്രൂരമായ റാഗിങ്ങിന് വിധേയമാണ്. ഈ കുട്ടി, ജൂനിയർ വിദ്യാർത്ഥി, ഹൃദയ സംബന്ധമായ തകരാറുകളാണ്. അയാൾ രക്തം ഛർദ്ദിച്ച് മരിക്കും. അപ്പോൾ ഇതേ തുടർന്ന് കോളേജിലെ പ്രൊഫസർമാരും മറ്റാളുകളൊക്കെ ചേർന്ന് ഇതൊരു സാധാരണ മരണമാക്കി ചിത്രീകരിച്ച് ഈ മൃതദേഹം വീട്ടിലേക്ക് കൊടുത്തയച്ച് സീനിയർ വിദ്യാർത്ഥിയെ രക്ഷിക്കുന്നു. പിന്നീട് സീനിയർ വിദ്യാർത്ഥിയെ ഒരു ഡോക്ടറായി ഈ മരിച്ച വിദ്യാർത്ഥിയുടെ ഗ്രാമത്തിലെത്തും. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇയാൾ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ സവർണ ഹിന്ദുക്കളെ അവരുടെ മരണാനന്തര കർമ്മങ്ങൾ ചെയ്യിച്ച് ജീവിക്കുന്ന ഒരു ഇളയതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശയ്യാവലംബിയാണ്. ഏകമകൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പാർവതി അഭിനയിച്ച കഥാപാത്രം. അങ്ങനെ അവിടെ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, തൊഴിൽ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സസ്പെൻഷൻ, ജനകീയ പ്രതിഷേധം, മറ്റുമൊക്കെ അതിനിടയിലുണ്ട്. ഇതെല്ലാം കോർത്തിണക്കിയ അതിഗംഭീരമായ ഒരു സിനിമ MT വാസുദേവൻ നായർ എഴുതുകയും ഹരിഹരൻ സംവിധാനം ചെയ്തു. ഞാൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ വെച്ച് സംവിധായകൻ ഹരിഹരനെ കാണും, സംസാരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച്, ഈ സിനിമയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു ബ്രാഹ്മണ യുവാവ്, ദരിദ്ര കുടുംബത്തിലെ അംഗമായ ഒരു ചെറുപ്പക്കാരൻ
മെഡിക്കൽ കോളേജിൽ റാഗിങ്ങിനിരയായി മരിച്ചു എന്ന വാർത്ത കേരള ശബ്ദം വാരികയിലോ മറ്റും വായിച്ചിരുന്നു. അതിൽ നിന്നാണ് ഈ കഥയും തിരക്കഥയും ഒക്കെ രൂപം കൊണ്ടുവന്നത്. എം ടി വാസുദേവൻ നായരാണ് തിരക്കഥ എഴുതിയത്. ആദ്യം എഴുതിയ കോപ്പി ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിന് എന്തോ ഒരു പൊരുത്തക്കേട് എന്ന് പറഞ്ഞു. എം ടി ഉടനെ തന്നെ ആ തിരക്കഥ തിരിച്ചു വാങ്ങി ഏതാനും ദിവസങ്ങൾക്കൊക്കെ പുതിയൊരു തിരക്കഥ എഴുതി കൊടുക്കുകയുമാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ അമൃതം ഗമയ ഉണ്ടായത്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ സിനിമയിൽ പാട്ട് ചേർക്കാൻ? പുള്ളി പറഞ്ഞു, ഇതിനു മുമ്പുള്ള 2 സിനിമകൾ നിറയെ പാട്ടുകളായിരുന്നു. പഞ്ചാഗ്നിയിലും നഗക്ഷതങ്ങളും മറ്റുമൊക്കെ വിജയിച്ചത് പാട്ടിൻ്റെ മേന്മ കൊണ്ടാണ്. ONV കുറുപ്പും ബോംബെ രവിയും ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിക്കുകയില്ല എന്ന് ചില ദോഷൈകതർക്കുകൾ പറഞ്ഞു വരുത്തി. എന്നാൽ ഇനി ONV കുറുപ്പും വേണ്ട, ബോംബെ രവിയും വേണ്ട, ഇവർ രണ്ടുപേരും ഇല്ലാതെ ഒരു സിനിമ എടുക്കാൻ പറ്റൂ എന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പുള്ളി അമൃതം ഗമയ എടുത്തത് എന്നാണ്. വടക്കൻ വീരഗാഥയിൽ ഒരു പാട്ട് ചേർക്കാൻ പറ്റില്ല. അമൃതം ഗമയിൽ 6, 8, 9 പാട്ട് ചേർക്കാമായിരുന്നു എന്ന് എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞില്ല. ഏതായാലും ഈ എം ടിക്കും ഹരിഹരനും മോഹൻലാലിനും പാർവതിക്കും ഒക്കെ അഭിമാനിക്കാം. ഇത്രയും കൊല്ലത്തിന് ശേഷവും നമ്മുടെ കാരണഭൂതൻ്റെ കരളിൽ ബാക്കി നിൽക്കുന്ന ഒരു സിനിമ അമൃതം ഗമയാണ് എന്നുള്ള കാര്യത്തിൽ അതിൽ കാരണഭൂതം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ ചട്ടമ്പിയും പോക്കരിയുമായിരുന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പെത്തനും കുത്തിവെക്കുന്ന ഒരു ഡോക്ടർ എങ്ങനെയാണ് അദ്ദേഹത്തിന് മാനസിക പരിവർത്തനം ഉണ്ടായത്, എങ്ങനെയാണ് അദ്ദേഹം ഒരു മാതൃക പുരുഷനായി മാറിയത് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് അമൃതം ഗമയ മുന്നോട്ട് വെക്കുന്നത് എന്നാണ്. ഇതേ ചോദ്യം തന്നെയാണ് എനിക്ക് കാരണഭൂതനോട് ചോദിക്കാറുള്ളത്. ഇത്ര അധികം കാലം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഒരുപാട് ആളുകളെ വെട്ടിയും കുത്തിയും പ്രൊഫഷണൽ ഗുണ്ടകളെ വെച്ചുമൊക്കെ കൊല്ലിച്ച പിണറായി വിജയൻ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അമൃതം ഗമയ എന്ന സിനിമ ഓർത്തു വെക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാനസികമായിട്ട് യാതൊരു പരിവർത്തനവും ഇന്ന ദിവസം വരെ ഉണ്ടാകാതെ പോയത് എന്നതാണ്. ഇത് എൻ്റെ ഒരു തുറന്ന ചിന്തയായിട്ട് കണക്കാക്കിയാൽ മതി. ഈ ചോദ്യത്തിൻ്റെ പേരിൽ പുള്ളിയുടെ കാര്യത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും മൃത്യുവർമ്മ അമൃതം ഗമയ.